സർവകലാശാലകളിലെ ഭരണപ്രതിസന്ധി പരിഹരിക്കാൻ സമവായ നീക്കവുമായി സംസ്ഥാന സർക്കാർ. ആവശ്യമെങ്കിൽ ഗവർണറെ കാണുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വീട്ടിലെത്തി സന്ദർശിച്ചതിന് പിറകെ കേരള VC മോഹനൻ കുന്നുമ്മലിനെതിരായ നിലപാടും മന്ത്രി മയപ്പെടുത്തി. 20 ദിവസത്തിനു ശേഷം സർവകലാശാലയിലെത്തിയ മോഹനൻ കുന്നുമ്മൽ ഫയലുകളിൽ ഒപ്പിട്ടു. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിന് പിന്നാലെയാണ് വിവാദങ്ങളുടെ തുടക്കം. വലിയ ഭരണപ്രതിസന്ധിയായി വിവാദം മാറിയതോടെയാണ് സർക്കാരിന്റെ ഇടപെടൽ. വിഷയം സമവായത്തിലെത്തിക്കാനാണ് സർക്കാർ തലത്തിൽ നീക്കം ആരംഭിച്ചത്. 3 ആഴ്ചയ്ക്ക് ശേഷം കനത്ത പോലീസ് സുരക്ഷയിൽ VC മോഹനൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തി. VCയെ തടയുമെന്നറിയിച്ചിരുന്നുവെങ്കിലും SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായില്ല. സർവകലാശാലയിലെത്താൻ വൈസ് ചാൻസലറോട് നിർദ്ദേശിച്ചിരുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ആവശ്യമെങ്കിൽ ഗവർണറെ കാണാനാണ് സർക്കാർ തീരുമാനം. ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തോട്, കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. അത്ര വലിയ കടുംപിടുത്തം എനിക്ക് അനുഭവപ്പെട്ടില്ല. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെയെങ്കിലും കൊണ്ട് കെട്ടാൻ പറ്റിയാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. ചാൻസലർ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത്. അദ്ദേഹത്തെ ആവശ്യമെങ്കിൽ അദ്ദേഹത്തെയും കണ്ട് സംസാരിക്കേണ്ടതുണ്ട്. ഇന്ന് 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ VC ഒപ്പിട്ടു. എന്നാൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെയും പ്രതിഷേധക്കാർക്കെതിരെയും രൂക്ഷ വിമർശനവും VC ഉന്നയിച്ചു. ഒരാള് ബോധപൂർവം സസ്പെൻഡ് ചെയ്ത ഒരാള് ഇടിച്ചു കയറി ഈ ഫയൽ ഓരോന്നും നോക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഗ്രില്ലുകളും തല്ലിപ്പൊളിച്ച് ഇതിനകത്ത് കയറി അക്രമം നടത്തിയ ആളുകൾ ഒരു വിദ്യാർത്ഥികളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ആണോ അല്ലയോ എന്ന് നമുക്കിനി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. VC എത്തിയതിന് പിന്നാലെ ഔദ്യോഗിക വാഹനത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറും സർവകലാശാലയിൽ എത്തിയിരുന്നു. ഞായറാഴ്ച ഗവർണർ തിരുവനന്തപുരത്ത് എത്തിയ ശേഷമാകും മന്ത്രിമാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുക. മീഡിയ 1 തിരുവനന്തപുരം. മന്ത്രി ആർ ബിന്ദു മോഹൻ കുന്നുമ്മൽ കൂടിക്കാഴ്ച നടന്നത് CPM തീരുമാനപ്രകാരം. മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ചയ്ക്ക് നിർദ്ദേശം നൽകി. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായും CPM നേതൃത്വം സംസാരിച്ചു. വിവരങ്ങളുമായി സെയ്ഫ് സൈലാബുദ്ദീൻ ചേരുകയാണ്. സെയ്ഫ്, ഈ തർക്കം അധികം നീണ്ടുപോയാൽ അത് വിദ്യാർത്ഥികളെ ബാധിക്കും എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണോ സർക്കാർ ഒരു സമവായ നീക്കവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്? ഇനിയത്തെ സർക്കാരിന് മുന്നിലുള്ള നടപടികൾ എന്തൊക്കെയാണ്? അതെ നൗഫൽ, ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ വലിയ രീതിയിൽ ബാധിക്കും എന്ന വിലയിരുത്തലിലേക്ക് CPM നേതൃത്വം എത്തിച്ചേരുകയാണ് ചെയ്തത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ എണ്ണി പറയുന്നതിനിടയിൽ സർവകലാശാലയിൽ SFI പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അത് VC ആണെങ്കിൽ പരസ്യമായി പറയുന്നു തനിക്ക് വരാൻ കഴിയാത്തത് അവരുടെ ഭീഷണി കാരണമാണ് എന്ന് പരസ്യമായി പറയുന്നു. ഇത് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ ഇടപെട്ടത്. കഴിഞ്ഞ ദിവസം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേരള സർവകലാശാല VCയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് സർവകലാശാലയിലേക്ക് എത്തിച്ചേർന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സമാനമായ നിർദ്ദേശമാണ് നൽകിയത്. ഏതാണ്ട് 1800ഓളം സർട്ടിഫിക്കറ്റുകൾ അവിടെ കെട്ടിക്കിടക്കുന്നു. അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് പോകണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ അതിനകത്തൊരു നടപടി സ്വീകരിക്കണം എന്ന നിർദ്ദേശം നൽകി. SFIയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുകൂടി നൽകിയ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇന്ന് സർവകലാശാലയിലെത്തി സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവെച്ചത്. രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കണം എന്ന ആവശ്യം VCയോട് മോഹൻ കുന്നുമ്മലിനോട് സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇനിയും അതിനകത്ത് കൂടുതൽ കടുംപിടുത്തം വേണ്ട എന്ന ആവശ്യം കൂടി അദ്ദേഹത്തിന് മുന്നിലേക്ക് സംസ്ഥാന സർക്കാർ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കൂടുതൽ തർക്കങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കും എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ വേഗത്തിൽ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുകയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തിട്ടുള്ളത്.